നമസ്കാരം, കേരള വാർത്ത ഓൺലൈനിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ രേവതി. കൊച്ചി കുണ്ടന്നൂരിലെ നാഷണൽ സ്റ്റീൽ കമ്പനിയിൽ നിന്ന് മുഖംമൂടി സംഘം തോക്ക് ചൂണ്ടി 81 ലക്ഷം കവർന്ന സംഭവത്തിൽ 4 പേർ കൂടി പിടിയിൽ. കേസിലെ ഒന്നാം പ്രതിയും പ്രധാന സൂത്രധാരനുമായ തൃപ്പൂണിത്തുറ നടമ സ്വദേശി ജോജി മുഖംമൂടി ധരിച്ച് തോക്ക് ചൂണ്ടി പണവുമായി കടന്ന സംഘത്തിലെ ജെയ്സൺ ഫ്രാൻസിസ് 30, അഭിനാസ് കുര്യാക്കോസ് 28, പണം സൂക്ഷിക്കാൻ സഹായം ചെയ്ത ലെനിൻ എന്നിവരെയാണ് മരട് പോലീസ് പിടികൂടിയത്. ഇവരിൽ നിന്ന് 30 ലക്ഷം രൂപയും കവർച്ചാപ്പണം ഉപയോഗിച്ച് വാങ്ങിയ 14 ലക്ഷം രൂപയുടെ ഏലവും പോലീസ് പിടിച്ചെടുത്തു. കേസിലെ പ്രധാന സൂത്രധാരനായ അഭിഭാഷകൻ ഉൾപ്പെടെ 11 പേർ ഇതുവരെ പിടിയിലായി. ഈ മാസം 8-നാണ് കുണ്ടന്നൂരിലെ നാഷണൽ സ്റ്റീൽ എന്ന കമ്പനിയിൽ നിന്ന് സംഘം തോക്ക് ചൂണ്ടി 81 ലക്ഷം രൂപയുമായി കടന്നത്. തമിഴ്നാട് ആസ്ഥാനമായുള്ള ട്രേഡ് പ്രോഫിറ്റ് ഫണ്ട് എന്ന പണം ഇരട്ടിയാക്കുന്ന റാക്കറ്റ് വഴി 81 ലക്ഷം രൂപ 1.10 കോടിയാക്കി മാറ്റാമെന്ന് വാഗ്ദാനം ചെയ്ത് സജി കമ്പനി ഉടമ സുബിൻ ജോസഫിനെ സമീപിക്കുകയായിരുന്നു. റാക്കറ്റിന്റെ ആളുകൾ എന്ന നിലയിൽ ജോജിയെയും വിഷ്ണുവിനെയും പരിചയപ്പെടുത്തുകയും ചെയ്തു. കൊച്ചിയിലെ തന്നെ ഒരു ഹോട്ടലിൽ വെച്ച് പരിചയപ്പെട്ടതിന് ശേഷമാണ് സംഘം കമ്പനിയിലേക്ക് എത്തിയത്. പണം എണ്ണി തിട്ടപ്പെടുത്തതിനിടെ 3-അംഗ മുഖംമൂടി സംഘം സ്ഥലത്തെത്തി. തോക്ക് ചൂണ്ടി കവർച്ച നടത്തിയ ശേഷം ഒളിവിൽ പോവുകയായിരുന്നു. മുഖംമൂടി സംഘത്തിലെ ഒരാൾ കൂടി ഇനി പിടിയിലാകാനുണ്ട്. ജോജിക്കൊപ്പം ഇടനിലക്കാരനായി എത്തിയ തൃശൂർ നാട്ടിക ബീച്ച് പുളിക്കൽ PV വിഷ്ണു 30 രണ്ടാം പ്രതി. മുഖംമൂടിധാരികളാണ് 3 മുതൽ 5 വരെയുള്ള പ്രതികൾ. നോട്ട് ഇരട്ടിപ്പ് ഇടപാടുമായി കമ്പനി ഉടമയെ സമീപിച്ച വടുതല മണ്ടക്കര വീട്ടിൽ MS സജി കവർച്ച ആസൂത്രണം ചെയ്തതെന്ന് പോലീസ് സംശയിക്കുന്ന അഭിഭാഷകനായ കൊച്ചി SRM റോഡ് കണ്ണിടത്ത് വീട്ടിൽ നിഖിൽ നരേന്ദ്രനാഥ്, കണ്ണോത്ത് പീടികയിൽ ബുഷറ, ചേരാനല്ലൂർ താമരശ്ശേരി വീട്ടിൽ ആസിഫ് ഇക്ബാൽ എന്നിവരാണ് 6 മുതൽ 9 വരെയുള്ള പ്രതികൾ. പ്രതികൾക്ക് രക്ഷപ്പെടാൻ സഹായം ചെയ്തതിന് അറസ്റ്റിലായ അർജുന് 10-ാം പ്രതിയും നിഹാസ് 11-ാം പ്രതിയുമാണ്. മുഖംമൂടി സംഘത്തിൽ ഉൾപ്പെട്ട രാഹുലിന്റെ സഹോദരനാണ് അർജുൻ. സംഘം യാത്ര ചെയ്ത 2 കാറുകൾ നാട്ടികയിൽ നിന്നും ചാവക്കാട്ടു നിന്നുമായി പോലീസ് പിടികൂടിയിരുന്നു. പ്രതികൾ ഉപയോഗിച്ച എയർഗണ്ണിന്റെ കവറും 20 ലക്ഷം രൂപയും വിഷ്ണുവിൽ നിന്ന് കണ്ടെത്തുകയായിരുന്നു. ഇതോടെ കവർച്ച ചെയ്ത പണത്തിന് 50 ലക്ഷം രൂപ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. കേരള വാർത്ത ഫേസ്ബുക്ക്, ഇൻസ്റ്റ, യൂട്യൂബ് എന്നിവ ഫോളോ ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക.